നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ദുർമന്ത്രവുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രതി പ്രജിൻ ജോസിന്റെ മുറിയിൽ നിന്ന് തലമുടിയും മാരകായുധങ്ങളും ഉൾപ്പെടെ കണ്ടെത്തിയത് ദുർമന്ത്രവാദത്തിന്റെ ഭാഗമാണോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. മകന്റെ സ്വഭാവത്തിലെ മാറ്റം ഭയന്നാണ് താനും ഭർത്താവും കഴിഞ്ഞിരുന്നതെന്ന് അമ്മ സുഷമ കുമാരി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് പോലീസ് ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട ഈ കേസിന്റെ അന്വേഷണം നീങ്ങുന്നത്. കേസിൽ ഈ ബ്ലാക്ക് മാജിക് സംഘങ്ങളിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇതിനു മുൻപ് നമുക്കറിയാം, ഒരു 7-8 വർഷം മുൻപ് 2017 തിരുവനന്തപുരം നന്ദൻകോട്ടെ കൂട്ടക്കൊലപാതകം, അതിപ്പോഴും മലയാളികൾ മറന്നിട്ടില്ല. അതിന്റെ നടുക്കം നമ്മളെ വിട്ടുമാറിയിട്ടില്ല. കേഡൽ ജീൻസൺ രാജ എന്ന യുവാവ് സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയും ഉൾപ്പെടെ 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തി ചുട്ടരിച്ച സംഭവം. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷമാണ് കോട്ടയം മീനടം സ്വദേശിയായ യുവാവ് ഭാര്യയും സുഹൃത്തിനെയും ഈ ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശ് വെച്ച് കൊലപ്പെടുത്തിയ സംഭവമൊക്കെ നമ്മൾ കേട്ടത്, മലയാളികൾ ഏറെ ചർച്ച ചെയ്തത്. ഈ യുവാക്കൾ, പ്രത്യേകിച്ചും ഈ വിശ്വാസം, ഈ സമീപകാലത്ത് യുവാക്കൾക്കിടയിൽ ദൈവവിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് യുവാക്കൾ മാറുന്നു. അത് ഉറ്റവരെ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക്, പൈശാചികമായ പ്രവർത്തനങ്ങളിലേക്ക് അവർ ഏർപ്പെടുന്നു. ഈ സംഭവം, ഈ പ്രജിൻ ജോസ് സ്വന്തം പിതാവ് ജോസിനെ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ, സ്ഥിരീകരിക്കുന്നുണ്ടോ ഡാൻ? ബ്ലാക്ക് മാജിക് ആണ് ഈ പ്രജിൻ ജോസ് അച്ഛനെ കൊലപ്പെടുത്താനുണ്ടായ കാരണം ബ്ലാക്ക് മാജിക് ആണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ അത് തന്നെ ആകാമെന്ന് ഏറെക്കുറെ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഈ വെള്ളറടയിലുള്ള പ്രജിൻ ജോസിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയ വെള്ളറട പോലീസ് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതായത് ഈ വീട്ടിൽ 2ാം നിലയിലായിരുന്നു പ്രജിൻ ജോസ് കഴിഞ്ഞിരുന്നത്. ആ പ്രജിൻ ജോസിൻ്റെ മുറിയിലേക്ക് മാതാപിതാക്കളെന്നല്ല മറ്റാരെയും പ്രവേശിക്കാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല. ചൈനയിലെ വുഹാനിൽ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട് പഠനം തുടരുന്നതിനിടയിൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്ന സാഹചര്യത്തിലാണ് പ്രജിൻ ജോസിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇവിടെ വന്നതിന് ശേഷം അന്തർമുഖനായ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിനുശേഷം സിനിമ പഠിക്കണമെന്ന പേരിൽ കൊച്ചിയിലേക്ക് പോകുന്നു. അതിനുവേണ്ടി ഒരു വലിയ തുക കുടുംബാംഗങ്ങളിൽ നിന്ന് കൈപ്പറ്റുന്നു. ആ പണം നൽകി സിനിമ പഠിക്കാനായി ഏറെ പ്രതീക്ഷയോടെ പ്രജിനെ, ഏക മകനെ ജോസും ഭാര്യയും ചേർന്ന് എറണാകുളത്തേക്ക് പറഞ്ഞയക്കുന്നു. പക്ഷേ മടങ്ങി വന്ന പ്രജിൻ ജോസ് വളരെ അപരിചിതത്വം നിറഞ്ഞ, ദുരൂഹമായ, നിഗൂഢതകൾ നിറഞ്ഞ, വളരെ വിചിത്രമായ സ്വഭാവങ്ങളാണ് മാതാപിതാക്കൾക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ അമ്മയെ അച്ഛൻ്റെ മുമ്പിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം. ഈ കാര്യം പുറത്താരോടെങ്കിലും പറയാൻ ശ്രമിച്ചാൽ അച്ഛൻ ജോസിന് നേരെയും മർദ്ദനം എടുക്കുന്ന സാഹചര്യം. ഇങ്ങനെ ഭീതിജനകമായ ഒരു സാഹചര്യമായിരുന്നു വെള്ളറടയിലെ കുടുംബത്തിൽ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമൂഹവുമായി, അവർ ഉൾപ്പെട്ടു നിന്ന വിശ്വാസ സമൂഹവുമായും ബന്ധുക്കളുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജോസും ഭാര്യയും ഈ കാര്യങ്ങളൊന്നും പുറത്താരോടും പറയാൻ പോലും മടിച്ചിരുന്നത്. മകനെ അങ്ങനെ ഒരു പേരുദോഷം കേൾക്കാൻ അവർ ആഗ്രഹിക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ്. അവൻ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു കുടുംബം. അതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ തൻ്റെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുകയാണ് പിതാവെന്ന് പറഞ്ഞ് അതിക്രൂരമായി ഈ പിതാവ് ജോസിനെ, 70കാരനായ ജോസിനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ പ്രജിൻ ജോസിൻ്റെ പ്രവൃത്തികൾ നീങ്ങിയത്. ഈ സംഭവം ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് പ്രജിൻ തൻ്റെ സ്മാർട്ട് ഫോൺ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിരുന്നു. ഇനി അത് തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ഈ ഫോൺ കൈമാറിയത്. ആ ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലായിരുന്നു മാതാപിതാക്കളുടെ കൈവശം ഇയാൾ നൽകിയത്. ഇതിനോട് ചേർന്ന് 2 ദിവസം മുമ്പ്, അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് പ്രജിൻ തൻ്റെ ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും, തലമുടി മുതൽ താഴെ വരെ രോമങ്ങൾ മുഴുവൻ വടിച്ച് അത് മുഴുവൻ മുറിക്കുള്ളിൽ കൂട്ടിയിട്ടിക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. പിന്നീട് സംശയം തോന്നിയ അമ്മ തന്നെയാണ് ഈ കൊലപാതകത്തിന് ശേഷം അന്വേഷണ സംഘത്തോട് എൻ്റെ മുറി വിശദമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ മുറി പരിശോധിക്കുന്നതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകൾ മുറിക്കുള്ളിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. അതായത് മുറിയുടെ ഒരു വശത്ത് ബാർബർ ഷോപ്പിൻ്റെതിന് സമാനമായ തരത്തിൽ മുടി കൂട്ടിയിട്ടിരിക്കുന്നു, മറ്റൊരു വശത്ത് മണ്ണുകൊണ്ടുള്ള ബിംബങ്ങൾ, അതോടൊപ്പം
അങ്ങനെ കണ്ട് പരിചയമില്ലാത്ത തരത്തിലുള്ള ചില സർജിക്കൽ ബ്ലേഡിന് സമാനമായിട്ടുള്ള തരത്തിൽ ചില ആയുധങ്ങൾ, അതോടൊപ്പം കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കിയ നിലത്തിൽ ഒരു പ്രത്യേക രൂപം, ഇങ്ങനെ ചില വസ്തുക്കൾ, സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കളാണ്, ബിംബങ്ങളാണ് ഈ മുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന നടത്തിയ പോലീസ് സംഘത്തിന് ഇത് ബ്ലാക്ക് മാജിക്കിൻ്റെ ഭാഗമായി നടത്തിയ നീക്കങ്ങളാണോ എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് ഈ മുറിക്കലിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് അമ്മയുടെ കൈവശം ഏൽപ്പിച്ച ഈ സ്മാർട്ട് ഫോൺ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് സംഘം കൈപ്പറ്റിയിരിക്കുന്നത്. ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് ഇതിലെ വിവരങ്ങൾ റിട്രീവ് ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഏകദേശ ചിത്രം വ്യക്തമാകുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസ് സംഘമുള്ളത്. അതോടൊപ്പം അവരെ സംശയിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വീട്ടിൽ നിന്ന് രാത്രികാലങ്ങളിൽ ആരോടും ഒന്നും പറയാതെ പ്രജിൻ ജോസ് പുറത്തേക്ക് പോകുമായിരുന്നു. വളരെ വൈകിയായിരുന്നു തിരികെ വീട്ടിലേക്ക് വരുന്നത്. ആരെ കാണാനാണ് പോകുന്നതെന്നോ എവിടേക്കാണോ പോകുന്നതെന്നോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തമായ ഒരു മറുപടിയും കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിരുന്നില്ല. അത് സംബന്ധിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചാൽ പല ദുരൂഹതകളുള്ളത്. കാരണം ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണോ അതല്ലെങ്കിൽ ആരുടെങ്കിലും നിർദ്ദേശപ്രകാരം നടത്തിയ കൊലപാതകമാണോ എന്നത് പരിശോധിക്കേണ്ടതല്ലേ. മാത്രമല്ല ഈ സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ ഈ പ്രജിൻ ജോസ് ഏർപ്പെട്ടിരുന്നുവെന്ന് അമ്മ തന്നെയാണ്, കുടുംബാംഗങ്ങൾ തന്നെയാണ് സംശയിക്കുന്നത്. അതിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ഈ മുടിയും ആയുധങ്ങളുമൊക്കെ ഇക്കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഈ സാത്താൻ സേവ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം. അവരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ ഡാൻ? അതായത് തിരുവനന്തപുരം എന്ന ഒരു നഗരത്തിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലല്ല ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈ സാത്താൻ സേവ നടത്തുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ. അത് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അവർക്ക് കൃത്യമായ സാന്നിധ്യമുണ്ട്. അതോടൊപ്പം സമൂഹത്തിലെ മുഖ്യധാരയിലുള്ള ഒരുപാട് ഉദ്യോഗസ്ഥ പ്രമുഖർ അടക്കം ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക്കിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. പക്ഷേ ഒരുപക്ഷെ അവരുടെ ഉന്നത ബന്ധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടോ അങ്ങനെയുള്ള സംഘങ്ങളെ അമർച്ച ചെയ്യാൻ പോലീസിന് പൂർണ്ണമായി കഴിയാതിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതാണ് തുടർച്ചയായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക സംഭവത്തിൽ ഈ പ്രജിൻ ജോസിൻ്റെ സുഹൃത്തുക്കൾ ആരാണ്, പ്രജിൻ ജോസ് എല്ലാ ദിവസവും കണ്ടിരുന്നത് ആരെയാണ്, ആരുമായിട്ടാണ് സമയം ചെലവഴിച്ചിരുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതോടൊപ്പം ഈ പ്രജിൻ ജോസിൻ്റെ അച്ഛൻ്റെ സംസ്കാര ചടങ്ങിനിടയിൽ അവിടേക്ക് ദുരൂഹമായി എത്തിയ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർ സ്ത്രീയാണ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് മുൻപ് ഒരു പരിചയവുമില്ലാതെ ഈ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ത്രീ സംശയാസ്പദമായ തരത്തിൽ ആ വെള്ളറടയിലെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തുവെന്നാണ് അന്വേഷണ സംഘത്തിന് കുടുംബാംഗങ്ങൾ നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ കൂടി ഒരു വശത്ത് സമാന്തരമായി തന്നെ നടക്കുകയാണ്. ഈ പ്രജിൻ്റെ മാതാപിതാക്കൾ വലിയ തരത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ചിരുന്നവരാണ്. അവരവരുടെ ഇടവകയുമായി അല്ലെങ്കിൽ സമുദായ സംവിധാനങ്ങളുമൊക്കെയായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ്. കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളും ആ സഭാ സമൂഹവും ഒക്കെ വ്യക്തമാക്കുന്നത് അതുതന്നെയാണ്. പക്ഷേ പ്രജിനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ആർക്കും അറിവുണ്ടായിരുന്നില്ല. പ്രജിൻ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രജിൻ അപ്രതീക്ഷിതമായി ഒരു അന്തർമുഖത്വം നിറഞ്ഞ സ്വഭാവം കാണിക്കുകയും പിന്നീട് ഇങ്ങനെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാകുകയും ബ്ലാക്ക് മാജിക്കിലൂടെ നിഷ്ഠൂരമായി പിതാവിനെ കൊല ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നുമാണ് നിലവിലെ സംശയങ്ങൾ. മറ്റൊരു കാരണങ്ങളും ഇതുവരെ അന്വേഷണം നടത്തിയ പോലീസ് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയ സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയ വസ്തുക്കളൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാണ്. അങ്ങനെയാണെങ്കിൽ ഡാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബ്ലാക്ക് മാജിക് സംഘത്തിന് ഇതിൽ ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെങ്കിൽ അത് കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമാണോ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള ജീൻസൺ രാജയുടെയും കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസിന്റെയും ഒക്കെ കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെയും ആ രീതിയിലൊരു അന്വേഷണത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണ് അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക് സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിലും ഇതുപോലുള്ള പല വെല്ലുവിളികളും പോലീസിനെ സംബന്ധിച്ച് നേരിടേണ്ടി വരുമോ ഡാൻ? അതായത് ഈ 2017 തിരുവനന്തപുരത്തെയും കേരളത്തെ മുഴുവൻ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായ
കേഡൽ ജിൻസൺ രാജ അന്വേഷണ സംഘത്തോട് അന്ന് നടത്തിയ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ വിചിത്രമായിട്ടാണ് കേരള സമൂഹമെന്ന് കേട്ടത്, ചർച്ച ചെയ്തത്. അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ഒരു സംവിധാനം താൻ പരീക്ഷിച്ച് നോക്കിയതാണ്. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിക്കൊണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഈ കേഡൽ ജിൻസൺ രാജ അന്ന് വെളിപ്പെടുത്തിയത്. അന്ന് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി അവരെ കബളിപ്പിക്കാനുള്ള ശ്രമം, അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ശ്രമം കേഡൽ ജിൻസന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് ഇയാളുടെ മാനസിക നില തന്നെ തകരാറിലാണ് എന്നൊരു കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്ന്, അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് മാനസികാരോഗ്യ വിദഗ്ധരുടെ ചികിത്സ ഉറപ്പുവരുത്തി അവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചോദ്യം ചെയ്യലൊക്കെ നടന്നത്. പക്ഷേ പിന്നീട് ആ അന്വേഷണം എവിടേക്കും എത്തിയില്ല. കേഡൽ ജിൻസൺ രാജ ഇപ്പോൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന പശ്ചാത്തലത്തിൽ ചികിത്സ തേടുന്ന സാഹചര്യമടക്കം നിലവിൽ ഇപ്പോഴുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിലുള്ള ഈ ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരിലേക്ക് ദൗർഭാഗ്യവശാൽ അത് എത്തിച്ചേർന്നില്ല. സമാനമായ തരത്തിൽ മീനടുത്ത് നവീൻ തോമസിൻ്റെ ഭാര്യയും സുഹൃത്തുമടക്കം അരുണാചൽ പ്രദേശിലെത്തി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ശരീരത്തിൽ വളരെയധികം മുറിവേറ്റ പശ്ചാത്തലം, അതാണ് അവിടെ എടുത്തു പറഞ്ഞ കാര്യം. അതായത് സ്വന്തം ശരീരം മുറിവേൽപ്പിച്ച് ആ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക രീതിയാണ് അവരവിടെ പ്രാക്ടീസ് ചെയ്തതെന്നായിരുന്നു അന്ന് കണ്ടെത്തിയത്. അതും ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ വിവരങ്ങൾ പുറത്തു വന്നത്. സമാനമായ തരത്തിലാണ് ഇപ്പോൾ വെള്ളറടയിൽ നിന്ന് പ്രജിൻ ജോസ് എന്ന 24-കാരൻ തൻ്റെ പിതാവ് ജോസിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിന് പിന്നിലും ബ്ലാക്ക് മാജിക്കിന് പങ്കുണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്ന തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അന്വേഷണ സംഘം തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഏകോപിപ്പിക്കുക? അതിൽ ബ്ലാക്ക് മാജിക്കിന് പങ്കുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ പിന്നീട് പ്രജിൻ ജോസിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തിരുവനന്തപുരത്തും അതോടൊപ്പം വെള്ളറടയിലും പ്രജിനെ ഇതിന് പ്രേരിപ്പിച്ചത് ആരൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയത് ആരൊക്കെയാണ്, എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് വെള്ളറട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പ്രജിൻ ജോസ് സ്വന്തം പിതാവ് ജോസിനെ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് ആണ് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. കാരണം ഇയാളുടെ മുറിയിൽ നിന്ന്, പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത മാരകായുധങ്ങളും മുടിയും ഉൾപ്പെടെ ചില ബിംബങ്ങളും ഉൾപ്പെടെ ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കേസാണ്. ഇതിനു മുൻപ് ഡാൻ സൂചിപ്പിച്ചതുപോലെ കേഡൽ ജിൻസൺ രാജയുടെയും നവീൻ തോമസിന്റെയും ഒക്കെ കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെയും ബ്ലാക്ക് മാജിക് ബന്ധമുണ്ട് എന്ന് സംശയമുണ്ടായിരുന്നെങ്കിൽ പോലും അതിലേക്ക് വിരൽ ചൂണ്ടൽ അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന രീതിയിലുള്ള കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോലീസിനെ സംബന്ധിച്ച് പല വെല്ലുവിളികളും ഉണ്ടായിരുന്നു. പല മാനസികമായ വിഭ്രാന്തികൾ കേഡൽ ജിൻസൺ രാജ ജയിലിലും പ്രകടിപ്പിച്ചിരുന്നു. നവീൻ തോമസ് ഈ ബ്ലാക്ക് മാജിക്കിനെ തുടർന്ന് ഭാര്യയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തി നവീൻ തോമസ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസിന്റെ അന്വേഷണവും പോലീസിനെ സംബന്ധിച്ച് വലിയ കീറാമുട്ടിയായിരുന്നു. പക്ഷേ ഇവിടെയും പ്രജിൻ ജോസ് ഈ ബ്ലാക്ക് മാജിക്കിന്റെ അടിമയാണോ, ഈ സംഘത്തിൽപ്പെട്ടയാളാണോ, ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കേസിന്റെ ചുരുളഴിക്കാൻ പോലീസിന് കഴിയും. പാതിവില തട്ടിപ്പ് കേസ് അന്വേഷണം ആണ് ഇനി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. വിവിധ ജില്ലകളിലെ 34 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയാണ് DGP ഉത്തരവിറക്കിയത്. ADGP H. വെങ്കടേശനാണ് അന്വേഷണ ചുമതല. കേസിൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതോടെ പ്രതി അനന്തകൃഷ്ണനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തട്ടിപ്പിലൂടെ സമാഹരിച്ച പണത്തിൽ നല്ലൊരു പങ്ക് ആഡംബര ജീവിതത്തിന് വേണ്ടി അനന്തകൃഷ്ണൻ ഉപയോഗിച്ചു എന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ കേസ് സംസ്ഥാന വ്യാപകമായി നടന്നൊരു കേസാണ്, തട്ടിപ്പാണ്. 1000 കോടിയിലധികം രൂപ വിവിധയിടങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും സ്ത്രീകളിൽ നിന്നും, സാധാരണക്കാരും പാവപ്പെട്ടവരുമായ സ്ത്രീകളിൽ നിന്നും തട്ടിയെടുത്തൊരു കേസാണ്. നിലവിൽ ക്രൈംബ്രാഞ്ച് ഇതിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറിയിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇനി നീങ്ങുക? ഡാനി. ടോമ, സംസ്ഥാനത്ത് എല്ലാ മേഖലയിലും എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഒരുപക്ഷെ പരാതി ഉയരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതുമാത്രവുമല്ല, ഇത് കോടികളുടെ തട്ടിപ്പ് എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് വളരെ തുടക്കത്തിൽ തന്നെ ക്രൈംബ്രാഞ്ചിനെ കൈമാറാനായിട്ടുള്ള തീരുമാനമെടുത്തത്. ADGPയുടെ നേതൃത്വത്തിൽ തന്നെ ഇത് അന്വേഷിക്കുന്നു. ഇനി അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയും വേണം. നിലവിലുള്ള കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം കൂടി ഒരുപക്ഷെ ഇതിനൊപ്പം ചേർന്നേക്കുമെന്നുള്ള ഒരു സൂചന കൂടി, ഒരുപക്ഷെ അവരിന്നായിരിക്കും കൂടുതൽ വിശദാംശങ്ങളുമായി ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയതും അവർ തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഗൗരവതരമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. നിലവിൽ ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത 34 കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതല്ല. ഒട്ടനവധി പരാതികൾ, 100 കണക്കിന് പരാതികളിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്ന്, എല്ലാ ജില്ലകളുടെ ഏതാണ്ട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച പരാതികൾ വരുന്നൊരവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നതാണ്. അതൊരു ഭാഗത്ത് തുടരുന്നു. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിടിപ്പത് പണിയുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വലിയ അന്വേഷണവും അതോടൊപ്പം തന്നെ തെളിവെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ വേണം. ഇതിലേക്ക് പണം നിക്ഷേപിച്ചവർക്ക് അവരുടെ എന്തായിരിക്കും അവരോട് പറയാനുള്ള, അവർക്ക് പണം തിരികെ നൽകാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യചിഹ്നങ്ങൾ തന്നെയാണ്. അതിൽ ആർക്കും ഒരു ഉത്തരവും നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ ഇയാളുടെ കയ്യിലേക്ക് വന്ന പണം എന്തു ചെയ്തു, ഇയാൾ എന്താണ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും അന്വേഷണങ്ങൾ ഉണ്ടാകുന്നു. അതിൽ കഴിഞ്ഞ ഡിസംബറിൽ ഇയാളുടെ ഒരു അക്കൗണ്ടുകൾ വഴി മാത്രമായിട്ട് ചെലവഴിച്ച തുകയും അതിൻ്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത്തരം ഒരു കണക്കുകൾ അത് ഇയാളുടെ ആഡംബര ജീവിതം എത്രമാത്രമായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ്. കാരണം 7 ലക്ഷത്തിലധികം രൂപയാണ് ഇയാളുടെ ഒരു അക്കൗണ്ട് വഴി ചെലവഴിച്ചിരിക്കുന്നത്. ഇയാൾ സമാഹരിച്ച തുക ഇയാളുടേത് മാത്രമായ മറ്റൊരു കമ്പനി, സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഏതാണ്ട് 21ഓളം അക്കൗണ്ടുകൾ ഇയാൾക്കുണ്ടായതാണ് പറയുന്നത്. ആ അക്കൗണ്ടുകൾ വഴി ഒരു സ്വകാര്യ ബാങ്കുകൾ വഴി നടത്തിയ ഇടപാടുകളുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ 7 ലക്ഷത്തിലധികം രൂപയാണ് ഒരു മാസം കൊണ്ട് ഇയാൾ ചെലവഴിച്ചു തീർത്തത്. അതിൽ പലതവണ, ഏതാണ്ട് 6 തവണയിലധികം ഡൽഹിയിലേക്ക് വിമാനയാത്ര നടത്തുകയും ചെയ്തു. ഇതിൽ പലതവണ ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, ഇതെല്ലാം തന്നെ ഇവിടെ ആർഭാടപൂർവമായ ജീവിതത്തിന് തുക ചെലവഴിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം രൂപ ഈ പോകുന്ന പോക്കിലെല്ലാം ഹോട്ടൽ താമസത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഒരു രാത്രി അടക്കം ഈ ഹോട്ടലിൽ ചെലവഴിച്ച പണം ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം രൂപ വരുമെന്നതെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഇയാൾ ചെലവഴിച്ചത് അത്രയും തുകയാണ് ചെലവഴിച്ചത്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്തെ മുന്തിയ ഹോട്ടലുകളിൽ താമസിക്കുക. ഇതിൻ്റെ എല്ലാം തന്നെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ദൂർത്തടിച്ച് തന്നെയാണ് ഇയാൾ ജീവിച്ചിരുന്നതെന്നാണ്. നമുക്കറിയാം ഇതിലേക്ക് തീർത്തും തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ അനന്തു കൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രതിയുടെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഇയാളെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ പ്രതിയിൽ നിന്നും ചോദിച്ചറിയണം. അതുകൊണ്ട് വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഡാനി തുടരുക. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, ഈ അനന്തു കൃഷ്ണൻ നേതൃത്വത്തില് ഈ പാതിവില തട്ടിപ്പ് കേസിൽ അനുമോദിലേക്ക് എത്താം. അതിനു മുൻപ് ഡാനിയിലേക്ക് ഒരിക്കൽ കൂടി. ഡാനി, വീണ്ടും ഈ കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം ആനന്ദ് കുമാർ ഈ കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയാണ്, ആരോപണ വിധേയനാണ്. ഇയാൾ മുൻകൂർ ജാമ്യ വിഷയമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഈ കേസിൽ നിലവിൽ ആരൊക്കെയാണ് ഈ പ്രതിപ്പട്ടികയിലുള്ളത്? കൂടുതൽ പ്രമുഖർ കുടുങ്ങുമോ? മാത്രമല്ല, ഇനി ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം നീങ്ങുമ്പോൾ ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത ശേഷം മാത്രമായിരിക്കുമോ പ്രതിയെ, ഈ അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷയുമായി അന്വേഷണ സംഘം നീങ്ങുകയുള്ളൂ? ടോം, എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഒരു വിജ്ഞാപനവും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ അത്തരം അവർ അന്വേഷണം ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി. ഇന്നിപ്പോൾ മൂവാറ്റുപുഴ സെഷൻസ് കോടതിയിൽ അനന്തു കൃഷ്ണനെ ഹാജരാക്കുന്നുണ്ട്. കസ്റ്റഡി കാലാവധി കഴിഞ്ഞുകൊണ്ട് സ്വാഭാവികമായും നീക്കം നടത്തുന്നു. പക്ഷേ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അതിന് മുൻപായിട്ട് തന്നെയും ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയും തുടർ ചോദ്യം ചെയ്യലും എല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ സായി സേവഗ്രഹമിൻ്റെ ഭാരവാഹിയായ ആനന്ദ് കുമാറിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്നതാണ്. കാരണം ഇവർ രൂപം നൽകിയിട്ടുള്ള നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു ഭാരവാഹി, പ്രധാനപ്പെട്ട ഭാരവാഹി എന്ന രീതിയിൽ തന്നെയാണ് ആനന്ദ് കുമാർ ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ഇന്നിപ്പോൾ നമ്മൾ കൊടുത്തൊരു വാർത്തയിലുണ്ട്. അതിൽ കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള അവരൊരു സന്നദ്ധ സംഘടനയാണ് കിഡ്സ് എന്ന് പറയുന്ന ഒരു സംഘടന. അത് അവിടെ സാമൂഹ്യ വികസനം, സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവരെ
ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആക്കി വെച്ചിട്ടുണ്ട്. അവർ നൽകിയ പരാതിയുണ്ട്. ഏതാണ്ട് 56 ലക്ഷം രൂപ അവരിൽ നിന്ന് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ നൽകിയ പരാതിയിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ആനന്ദ് കുമാറാണ് തങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് പറയുന്നത്. ഇത് ഒരാൾ മാത്രം പറയുന്ന കാര്യമല്ല, പലരും പറയുന്നത് ഒരു ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് എല്ലാവരെയും പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ കുറച്ചുകൂടി എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ ആനന്ദ് കുമാർ അതിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അയാളുടെ ഒരു ഇടപെടൽ ആ രീതിയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങ് നിഷേധിച്ചുകൊണ്ട് പോകാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ ആനന്ദ് കുമാറിന് പണം നൽകിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഈ അനന്തകൃഷ്ണൻ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഇയാളിൽ നിന്നും അടക്കം അറിയേണ്ടതുണ്ട്, ആനന്ദ് കുമാറിൽ നിന്ന് അടക്കം അറിയേണ്ടതുണ്ട്. അപ്പോൾ ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഇവരിലേക്കും നീളുന്നു. നിലവിൽ വന്നിരിക്കുന്ന ഈ കോൺഫെഡറേഷൻ്റെ പേരിൽ വന്നിരിക്കുന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ ഇയാൾ കൂടി പ്രതിയായിട്ടുണ്ട്. അപ്പോൾ തുടർ നീക്കങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർക്കടക്കം പണം നൽകിയതായിട്ട് പറയുന്നുണ്ട്. ആരൊക്കെ, എന്തൊക്കെ, എത്രയൊക്കെ എന്നത് സംബന്ധിച്ച് ഇയാൾ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലും അതിൻ്റെ ഒരു ആധികാരികതയും വേണം. അപ്പോൾ ഇതെല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ പല രാഷ്ട്രീയ പ്രമുഖർക്കും ഈ മുഖ്യപ്രതി അനന്തകൃഷ്ണൻ തുക നൽകിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായോ അല്ലെങ്കിൽ മറ്റേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടി ചേരുന്നു. അനുമോദ്, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഈ തട്ടിപ്പ് കൂടുതലായി നടന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിലവിൽ മലപ്പുറത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട്, എത്ര കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? അനുമോദ്. ടോം, നമ്മൾ ഈ ഒരു സമയം വരേക്കും അന്വേഷിക്കുന്നിടത്തോളം 12 കേസുകളായിട്ടാണ് മലപ്പുറത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഈ ഒരു തട്ടിപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 100-ലധികം 130-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പരാതികൾ സ്വീകരിച്ച് അത് പരിശോധിച്ചതിന് ശേഷമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം പല പരാതികളിലും സമാന സ്വഭാവമാണുള്ളത്, എല്ലാവർക്കും ഒരേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പരാതികളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും അധികം ഈ പരാതികൾ വന്നിരിക്കുന്നത് ഇതുവരേക്കും നിലമ്പൂരിൽ നിന്നാണ്. നിലമ്പൂരിൽ 100-ലധികം കേസുകൾ ഇതിനോടകം പരാതികളായിട്ട് തന്നെ വന്നിരിക്കുന്നു. പിന്നീടുള്ളത് മലപ്പുറത്തിന്റെ തീരദേശ മേഖലയായ മാറഞ്ചേരിയാണ്. പെരുമ്പടപ്പ് സ്റ്റേഷനിലും 30-ലധികം കേസുകൾ, 40-നടുത്ത് കേസുകൾ ഇപ്പോൾ തന്നെ ഈ സമയം വരേക്കും അവിടെ പരാതികളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേങ്ങരയിലും പെരിന്തൽമണ്ണയിലും പോലീസിൽ പരാതികൾ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തു വന്ന വിവരങ്ങളാണ്. ഒരുപക്ഷെ മലപ്പുറത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇപ്പോൾ തന്നെ നമ്മൾ ഇത്രയും അധികം പരാതികൾ ലഭിച്ചെങ്കിൽ പോലും ഇതിൽ ഇരയായവരിൽ ഭൂരിഭാഗവും ഇത് തുറന്നു പറയാൻ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ പബ്ലിക് സ്പേസിലോ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം അവരെ സംബന്ധിച്ച് ഇത് പുറത്തു പറയുമ്പോൾ അവരുടെ പണം കിട്ടാതിരിക്കുമോ, അല്ലെങ്കിൽ അത് ഈ നിലവിൽ നഷ്ടമായ പണം തിരിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനമൊക്കെ പലയിടത്തും ലഭിക്കുന്നുണ്ട്, പലയിടത്തും അതിനൊക്കെ തടസ്സമാകുമോ, അതുപോലെ തന്നെ പറ്റിക്കപ്പെട്ടു എന്നൊരു അപമാനം തങ്ങൾക്ക് നേരെ ഉണ്ടാകുമോ എന്ന് പലർക്കും അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ പരാതികൾ, ഇതിലധികം എത്തേണ്ട പരാതികൾ ഈ ഒരു 100-130 കേസ് പരാതികളിൽ മാത്രം നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലായിടത്തും സമാനമായ സ്വഭാവത്തിൽ തന്നെയാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഇരുചക്ര വാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, പഠനോപകരണങ്ങൾ, ലാപ്ടോപ്പ് തുടങ്ങിയ കാര്യങ്ങളതൊക്കെ പകുതി വിലക്കി എന്ന് പറഞ്ഞാണ്. എല്ലായിടത്തും ആദ്യ 2-3 ഘട്ടങ്ങളിൽ നിരവധി പേർക്ക് ഇതെല്ലാം തന്നെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3-ാമതും 4-ാമതുമായിട്ടുള്ള നടന്ന ഈ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഇടപാടിൽ തട്ടിപ്പ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറയാനുള്ളതൊക്കെ ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. മിക്കവാറും ജനപ്രതിനിധികളും അതുപോലെ കർഷക സംഘങ്ങളൊക്കെയാണ് ഈ ഒരു NGO ആയിട്ട് ഇതിനിടയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അവർക്കെതിരെ നടന്നത് തട്ടിപ്പാണ് എന്ന് കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഈ പരാതികൾ ജില്ലയുടെ പല ഭാഗത്ത് എന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു കുടക്കീഴിലാക്കിയ ഒരു അന്വേഷണത്തിൻ്റെ സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. കാരണം സമാന സ്വഭാവമുള്ള കേസാണ്, സമാന സ്വഭാവമുള്ള പരാതികളാണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഏജൻസി ഈ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്നാണെങ്കിലും പരാതികൾ ദിനം പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പല NGO അസോസിയേഷൻ്റെയും NGO സംഘങ്ങളുടെയും തലപ്പത്തുണ്ടായിരുന്നവർ, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തവർ ഇപ്പോൾ ഒളിവിൽ പോയൊരു സാഹചര്യം കൂടി മലപ്പുറത്തുണ്ട്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളും മലപ്പുറത്ത് നിന്ന് CV അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. പ്രതി അനന്തകൃഷ്ണന്റെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതോടൊപ്പം ആനന്ദ് കുമാർ
മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഈ കേസിൽ കൂടുതൽ രാഷ്ട്രീയ പ്രമുഖർക്കടക്കം പങ്കുണ്ടോ, കൂടുതൽ പ്രമുഖർ കുടുങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളും ഇനി അറിയേണ്ടതാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണം നിലവിൽ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം കൈമാറിയിരിക്കുന്നു. ഈ കേസിലെ കൂടുതൽ തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പുറത്തു വരേണ്ട കാര്യം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലേക്ക് തിരിച്ചു. നാളെ നടക്കുന്ന AI ആക്ഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. 12-13 തീയതികളിലാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ അമേരിക്കൻ സന്ദർശനം കൂടിയാണിത്. ഡൽഹി മുഖ്യമന്ത്രി പ്രഖ്യാപനം പിന്നീട്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമാകും തീരുമാനം. ന്യൂഡൽഹി സീറ്റിൽ കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേശ് വർമ്മ, രജൌരി ഗാർഡനിൽ നിന്നുള്ള MLA മഞ്ജീന്ദർ സിംഗ് സിർസ എന്നിവർ ഇന്നലെ BJP നേതാവ് JP നദ്ദയെ കണ്ടു. ഡൽഹിയിലെ തോൽവിക്ക് പിന്നാലെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയിൽ പ്രതിസന്ധി. 30 MLA-മാരുമായി ആശയവിനിമയം നടത്തി വരികയാണെന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. അവർ പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അരവിന്ദ് കെജ്രിവാൾ MLA-മാരുടെ യോഗം വിളിച്ചു. സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ കരടിന് അംഗീകാരം നൽകാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം. സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ച് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അടക്കം ആരംഭിക്കാനാണ് നിയമനിർമ്മാണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ബില്ലിൽ ആശങ്കയറിയിച്ച CPI മന്ത്രിമാരുമായി മന്ത്രി R ബിന്ദു ചർച്ച നടത്തി. വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ടുമായി സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കൊച്ചി കയർ ബോർഡ് ഓഫീസിൽ മാനസിക പീഡനം നേരിട്ടെന്ന പരാതി നൽകിയ ജോളി മരിച്ചു. തലയിലെ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. തൊഴിലെടുത്ത് നേരിടേണ്ടി വന്ന മാനസിക സംഘർഷമാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിച്ചു. എന്നാൽ ആരോപണം നിഷേധിച്ച് കയർ ബോർഡ് ചെയർമാൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മാനസികമായ പീഡനമോ തൊഴിൽ ചൂഷണമോ ജോളിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് കയർ ബോർഡിന്റെ വിശദീകരണം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, ഒരു സമാനതകളില്ലാത്ത ദുരിതം നേരിട്ട ഒരു വ്യക്തിയാണ് ഈ ജോളി. പ്രത്യേകിച്ച് അവർ ഒരു വിധവയായ സ്ത്രീയാണ്, ക്യാൻസർ അതിജീവതിയായിരുന്നു. അതിനിടെയാണ് ഒരു മേലുദ്യോഗസ്ഥന്റെ അഴിമതി ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഈ രീതിയിലുള്ള തൊഴിൽ ചൂഷണവും പിന്നീട് ട്രാൻസ്ഫറും ഒക്കെ നേരിടേണ്ടി വന്നത്. അതേ തുടർന്ന് അവർ അവധിയിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായി, ശമ്പളം തടഞ്ഞു വെച്ചു. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണം കയർ ബോർഡ് അധികൃതർ നേരിടുന്നുണ്ട്. അവർ ആരോപണം നിഷേധിക്കുമ്പോഴും അതൊക്കെ അങ്ങനെ ഒരു ആരോപണം ഇല്ല എന്ന് പറയുമ്പോഴും ജോളിയുടെ പരാതി ഈ കയർ ബോർഡ് അധികൃതർക്ക് മുകളിലുണ്ട്. എന്താണ് ഈ കേസിൽ സംഭവിച്ചത്? ഈ ജോളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നവമി? കേട്ടോ, 30 വർഷമായി കയർ ബോർഡിന്റെ, കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള കയർ ബോർഡിന്റെ കൊച്ചിയിലെ ആസ്ഥാനത്ത് ജോലി ചെയ്തു വരികയായിരുന്നു ജോളി. 86 വയസ്സായി. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 56 വയസ്സായി ജോളിക്ക്. ഇനി 3 വർഷം കൂടി ബാക്കിയേ ഉള്ളൂ ഇനി ആ ഒരു കാലാവധി പൂർത്തിയാക്കുന്നതിനും വിരമിക്കുന്നതിനും വേണ്ടി. അതിനിടയിലാണ് ജോളിക്ക് വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളൊരു പരാതി കുടുംബം ആരോപിക്കുന്നത്. ഇതിന് തെളിവായി പ്രധാനമന്ത്രിക്കടക്കം ജോളി നൽകിയ പരാതിയും കുടുംബം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇവർ പ്രധാനമായും പറയുന്നത് മേലുദ്യോഗസ്ഥന്റെ ഒരു അഴിമതി അത് ചൂണ്ടിക്കാട്ടിയിരുന്നു ജോളി. അതിനുശേഷമാണ് ഈ മേലുദ്യോഗസ്ഥൻ ചെയർമാൻ അടക്കമുള്ള ഒപ്പം ചില സഹപ്രവർത്തകരുമൊക്കെ വലിയ രീതിയിൽ ജോളിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയത്. അമിതമായ ജോലിഭാരം നൽകി. അതിനിടയിൽ ആന്ധ്രാപ്രദേശിലേക്ക് ട്രാൻസ്ഫർ, സ്ഥലം മാറ്റം നൽകുകയും ചെയ്തു. തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജോളി ഈ ഒരു അവധി പ്രവേശിക്കുകയാണ്. ഇത്തരത്തിലൊരു ട്രാൻസ്ഫർ തടയണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ പരാതിക്ക് പോലും, അല്ലെങ്കിൽ ആ ഒരു ലീവ് ആവശ്യപ്പെട്ട് നൽകിയ കത്തിന് പോലും മറുപടി ഈ ചെയർമാന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ലീവിൽ പോവുകയും ചെയ്തിരുന്നത്. അതിനുശേഷം ഏകദേശം 10, അതായത് ജനുവരി 31-ാം തീയതിയാണ്
വരികയാണ്. ജോലിക്ക് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാകുകയും തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി അമൃത ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. 10 ദിവസത്തോളമായി വെന്റിലേറ്ററിലായി കഴിഞ്ഞതിനൊടുവിലാണ് ഇന്ന് രാവിലെ ജോളി മരിക്കുകയും ചെയ്തത്. ഈ പ്രധാനമന്ത്രിക്കടക്കം ജോളി നൽകിയ പരാതി അത് കുടുംബം മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ജോളിക്ക് ലഭിച്ചിരുന്നതായി കുടുംബം ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നിരസിച്ചുകൊണ്ട് കയർ ബോർഡിന്റെ ഒരു വിശദീകരണം എത്തിയിട്ടുണ്ട്. ചെയർമാൻ പറയുന്നത് പ്രകാരം ജോളിക്ക് ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദമൊന്നും സ്ഥാപനം നൽകിയിരുന്നില്ല. വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്തു വരുന്ന വ്യക്തിയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റിടങ്ങളിലേക്കൊന്നും ട്രാൻസ്ഫർ അടിക്കാതെ ഇത്രയും വർഷമായി 30 വർഷമായി കൊച്ചിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതിനിടയിൽ ആലപ്പുഴയിൽ ജോലി ചെയ്തിരുന്നു. പക്ഷേ കുറേ വർഷങ്ങളായി എറണാകുളത്ത് തന്നെയാണ് അവർ ജോലി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലേക്കുള്ള ട്രാൻസ്ഫർ അതിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കൊണ്ടും കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചത് കൊണ്ട് അത് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരു മാനസിക സമ്മർദ്ദം നൽകിയിരുന്നില്ല. ശമ്പളം തടഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ചെയർമാന്റെ വിശദീകരണം നൽകുന്നത്. പക്ഷെ അപ്പോഴും പിന്നെ എന്തിനാണ് ജോളി പ്രധാനമന്ത്രിക്കടക്കം പരാതി നൽകിയത് എന്നുള്ളൊരു കാര്യം ഇവിടെ ബാക്കിയാകുന്നുണ്ട്. അങ്ങനെ മാനസിക സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജോളി പ്രധാനമന്ത്രിക്കടക്കം പരാതി നൽകുവാനായി തീരുമാനിച്ചത്, അല്ലെങ്കിൽ പരാതി നൽകിയത്, വീണ്ടും പരാതി നൽകാൻ മുന്നോട്ട് വന്നത് ചോദ്യങ്ങൾ തന്നെ ഇത്തരം പല സംശയങ്ങളും ഉയർന്നു വരാം. കാരണം കയർ ബോർഡ് അധികൃതർ ചെയർമാനുമൊക്കെ ഇത്തരം ന്യായീകരണവുമായി രംഗത്തെത്തുമ്പോഴും നേരത്തെ ജോളി അയച്ച പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ അയച്ച പരാതി അതേ തുടർന്ന് അവർക്ക് നേരിടേണ്ടി വന്ന തൊഴിൽ ചൂഷണമൊക്കെ ഇങ്ങനെ ഒരു തെളിവായി നിലനിൽക്കുന്നുമുണ്ട്. ഈ ഒരു വിഷയത്തിൽ ജോലിയുടെ കുടുംബത്തിന്റെ നിലപാട് എന്താണ്? നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയാണോ? നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജോളിയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലടക്കം ഹർജി നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ മാനസിക പീഡനം ഏറ്റിട്ടുണ്ട്, മാനസിക സമ്മർദ്ദമുണ്ടായി, അമിത ജോലിഭാരമുണ്ടായി, അതും മേലുദ്യോഗസ്ഥന്റെ അഴിമതി കാട്ടിയതിനാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദവും ജോലിഭാരവും നൽകിയത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി പ്രധാനമന്ത്രിക്ക് അടക്കം നൽകിയ പരാതികളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കുടുംബം ഈ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ടോം, ഇതിനു മുൻപ് ഈ എറണാകുളത്ത് തന്നെ ഒരു ഇവയിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന അന്ന സെബാസ്റ്റ്യൻ എന്നൊരു പെൺകുട്ടിയും ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം കാരണം ആശുപത്രിയിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ഹൃദയാഘാതം വന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്നുമൊക്കെ വലിയ രീതിയിൽ കമ്പനികളിലെ അമിതമായിട്ടുള്ള ജോലി ഭാരത്തെ കുറിച്ചൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതായിരുന്നു. പക്ഷെ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു. അന്നൊരു സ്വകാര്യ സ്ഥാപനത്തിനെതിരെ ആണെങ്കിൽ ഇന്നിപ്പോൾ ഒരു സർക്കാരിന്റെ സ്ഥാപനത്തിനെതിരെ, അല്ലെങ്കിൽ ഒരു ചില വ്യക്തികളുടെ താല്പര്യത്തിനു വേണ്ടി ബലിയാടാകേണ്ടി വന്നത് ജോളിയെ പോലുള്ള പാവം സ്ത്രീകളാണ്. അതും ഇത്തരത്തിൽ ക്യാൻസർ അതിജീവിതയായിട്ടുള്ള ഒരു യുവതിയാണ്, വിധവയാണ്. അങ്ങനെ വലിയ രീതിയിൽ ജീവിതത്തിലൊക്കെ വലിയ രീതിയിൽ തിരിച്ചടികൾ കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ജോളിക്ക് ഇത്രയും ദുരനുഭവം ഉണ്ടാക്കുകയും പിന്നീട് ജോലിയുടെ മരണത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് തലച്ചോറിലുണ്ടായ ഈ അമിതമായിട്ടുള്ള സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ തലച്ചോറിലുണ്ടായ രക്തക്കുഴലിലുണ്ടായ പൊട്ടലാണ് മരണ കാരണമെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതോടുകൂടി തന്നെയാണ് കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഈ കയർ ബോർഡ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം നിഷേധിക്കുമ്പോഴും ഈ കുടുംബം പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്, നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ആലപ്പുഴയിൽ മദ്യപിച്ച ഔദ്യോഗിക വാഹനം ഓടിച്ച ഡിവൈഎസ്പി അറസ്റ്റിൽ. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി ബി അനിൽകുമാറാണ് പിടിയിലായത്. എറണാകുളത്ത് നിന്നും രാത്രി തിരുവനന്തപുരത്തേക്കായിരുന്നു യാത്ര. ഡ്യൂട്ടി സമയം മദ്യപിച്ച് ഔദ്യോഗിക വാഹനം ഓടിച്ചതിന് വകുപ്പ് തല നടപടിയും ഉണ്ടായേക്കും. കുഞ്ഞുമായാണ് ഡിവൈഎസ്പി മദ്യപിച്ച് ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്തത്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് കൃത്യനിർവഹണത്തിൽ, അതായത് ഈ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ഔദ്യോഗിക വാഹനം ഓടിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടാകുമോ? ടോം, ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് 7:30 ഓടെയാണ്
ഈ അനിൽകുമാർ കുമ്പളത്ത് നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനായി യാത്ര തിരിച്ചിട്ടുള്ളത്. ഔദ്യോഗിക വാഹനമായി അദ്ദേഹം തന്റെ ജീപ്പാണ് കൊണ്ടുപോയത്. ഈ വാഹനം ഇടയ്ക്ക് വെച്ച് കംപ്ലൈന്റ് ആവുകയും ജീപ്പ് നിർത്തിയതിനു ശേഷം അതിന്റെ ബോണറ്റ് തുറന്നുള്ള പരിശോധന അയാൾ നടത്തുകയും ചെയ്തു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അത്തരത്തിലൊരു ശരീരഭാഷയിൽ തന്നെ മദ്യപിച്ചതായി മനസ്സിലാകുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അത്തരത്തിൽ കുഴഞ്ഞാണ് അദ്ദേഹം നിന്നിരുന്നത് എന്നുള്ളതാണ് പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. തുടർന്ന് ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. ഇങ്ങനെ ഇദ്ദേഹം നിൽക്കുന്നതും ഒപ്പം തന്നെ ആ ജീപ്പിനകത്ത് ഒരു കുഞ്ഞുള്ള കാര്യവും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഇവര് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചോദ്യങ്ങൾ വന്നതോടുകൂടി അദ്ദേഹം വാഹനം എടുത്തുകൊണ്ട് എരമല്ലൂർ ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തത്. എന്നാൽ ഈ എരമല്ലൂർ ഭാഗത്തേക്ക് വാഹനം പോകുന്ന വഴിയും വാഹനം ഇദ്ദേഹം മദ്യപിച്ചിരുന്നുകൊണ്ട് തന്നെയാകും നിയന്ത്രണമില്ലാത്ത രീതിയിൽ അപകടകരമായ രീതിയിലാണ് വാഹനം പോയത് എന്നുള്ളതാണ് ആളുകൾ മൊഴി നൽകിയിട്ടുള്ളത്. ഈ സംഭവത്തെ തുടർന്ന് ചില മാധ്യമങ്ങളും ഇത് അറിയുകയും ചെയ്തു. അതോടുകൂടി ഇദ്ദേഹം തിരിച്ച് യാത്ര എറണാകുളത്തിന്റെ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ച് വാഹനം യൂട്ടേൺ എടുത്ത് പോയി. ഇതിനിടയിൽ തന്നെ കുമ്പളത്തും ഒപ്പം തന്നെ അരൂറും പോലീസിന്റെ അടുത്ത് ഇത്തരത്തിലൊരു വാഹനം, പ്രത്യേകിച്ച് ഒരു പോലീസ് ജീപ്പ് ഇത്തരത്തിൽ ലെക്ക് കെട്ട രീതിയിൽ നിയന്ത്രണം ഇല്ലാത്ത രീതിയിൽ വരുന്നു എന്നുള്ള വിവരം പോലീസിനും വിവരം ലഭിക്കുകയുണ്ടായി. തുടർന്ന് അരൂർ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന്റെ വാഹനം കണ്ടെടുക്കുന്നത്. സംസ്ഥാന ക്രൈം ബ്യൂറോയിലെ DSP വി അനിൽകുമാറാണ് ഇത്തരത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിപ്പിക്കുക. അദ്ദേഹം പിടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നു. FIR-ൽ പറഞ്ഞത് അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും രൂക്ഷമായ മദ്യത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് FIR-ൽ വ്യക്തമാക്കുന്നത്. തുടർന്ന് അവിടെ സ്പോട്ടിൽ വെച്ച് നടത്തിയ പരിശോധനയിലും സ്റ്റേഷനിൽ എത്തി നടത്തിയ പരിശോധനയിലും വൈദ്യ പരിശോധനയിലും അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാഹനത്തിൽ കുഞ്ഞ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുട്ടിയുമായാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു യാത്ര, അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു യാത്ര നടന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറകിൽ കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും ഈ സംഭവത്തിനകത്താണ് ഇപ്പോൾ അരൂർ പോലീസ് FIR ഇട്ടിട്ട് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അത് തന്നെയാണ്. കാരണം സ്വന്തം കുഞ്ഞു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അത് ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഈ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ശരണ്യ, നിലവില് മദ്യപിച്ച് ലെക്ക് കെട്ടാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിന് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? കാരണം ഈ സ്വകാര്യ വാഹനത്തിൽ എന്തിനാണ് ഇയാൾ തിരുവനന്തപുരത്തേക്ക് പോയതെന്ന് കണ്ടെത്തണം. ഈ മദ്യപിച്ച് ലെക്ക് കെട്ട് മറ്റാരെങ്കിലും, ഈ കുഞ്ഞല്ലാതെ മറ്റാരെങ്കിലും, മറ്റു കുടുംബാംഗങ്ങൾ ആരെങ്കിലും വാഹനത്തിൽ ഉണ്ടായിരുന്നോ? മറ്റാരും വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. ഈ കുഞ്ഞ് പുറകിൽ കിടന്ന ഉറങ്ങുന്ന ദൃശ്യമാണ്. കുട്ടി അപ്പോഴും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. കുഞ്ഞു കിടന്ന് പുറകിൽ കിടന്ന് ഉറങ്ങുവാണ്. ഈ വാഹനം നിർത്തിയിട്ട് വാഹനം എടുത്തു പോകുമ്പോഴും ഈ നാട്ടുകാർ കുട്ടിയും കൂടെ പുറകിലുണ്ട്. പിന്നെ ഒരു പോലീസ് ജീപ്പ് എന്തുകൊണ്ട് ഇങ്ങനെ അലക്ഷ്യമായ രീതിയിൽ അതിന്റെ സഞ്ചാരം കണ്ടു തന്നെയാണ് ആളുകൾ ശ്രദ്ധിച്ചതെന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ഈ വാഹനം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു വാഹനം എന്നുള്ളതാണ്. ആ രീതിയിൽ ഉള്ള അദ്ദേഹത്തിന്റെ യാത്ര കണ്ടു തന്നെയാണ് നാട്ടുകാർ ശ്രദ്ധിച്ചത്. പ്രത്യേകിച്ച് ഒരു പോലീസ് ജീപ്പ് എന്തുകൊണ്ട് ഈ രീതിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് അദ്ദേഹം ആളുകളുടെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനത്തിൽ ഈ കുട്ടി പുറകിൽ കിടന്ന് ഉറങ്ങുന്ന ഉൾപ്പെടെ കണ്ടത്. സ്വാഭാവികമായി ഇത്രയും ദൂരം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സഞ്ചാരം അപകടകരമായ സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ള ഒരു ബോധ്യത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ആളുകൾ അത് പോലീസിലടക്കം വിവരം അറിയിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും വകുപ്പ് തല നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. കാരണം ഇദ്ദേഹം കുമ്പളത്ത് ഒരു ഔദ്യോഗിക മീറ്റിങ്ങിന് പോയതാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇദ്ദേഹത്തോടൊപ്പം കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും ഉണ്ടായിരുന്നില്ല. ഔദ്യോഗികമായ ഒരു മീറ്റിങ്ങിന് പോയതാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുക. മറ്റു വിശദാംശങ്ങളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം നമുക്കറിയാം, പിടിക്കപ്പെട്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഈ നിലവിൽ നമുക്കറിയാൻ കഴിഞ്ഞത് കുമ്പളത്ത് ഔദ്യോഗികമായ ഒരു മീറ്റിങ്ങിന് പോയി തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. കുട്ടിയും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മദ്യപിച്ച്
വാഹനമോടിച്ച കേസുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പിക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിലെ പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ കൂടുതൽ അന്വേഷണം. ഡൊമിനിക് മാർട്ടിൻ ബോംബുണ്ടാക്കിയ രീതി വിദേശ നമ്പറിലേക്ക് അയച്ചിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഇയാളുടെ വിദേശ ബന്ധങ്ങളിൽ ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ തന്നെ ഇത്തരം ചില സംശയങ്ങൾ, ഈ ഡൊമിനിക് മാർട്ടിന് വിദേശ ബന്ധമുണ്ട്, ഇയാൾ വിദേശത്ത് കുറച്ചുനാൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, അന്ന് തന്നെ പല സംശയങ്ങളും ഉയർന്നു വന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അന്നൊന്നും ഈ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താതിരുന്നത്, ഇയാളുടെ ഈ വിദേശ ബന്ധങ്ങളെ കുറിച്ച് അന്വേഷിക്കാതിരുന്നത്? ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ വിദേശ ബന്ധങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്? ടോം, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ദുബായിൽ കഴിഞ്ഞ അതിനു മുൻപ്, അതായത് കുറ്റകൃത്യം നടക്കുന്നതിന് 10 വർഷം മുൻപ് വരെ 10 വർഷത്തോളം ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഡൊമിനിക് മാർട്ടിൻ. അതേസമയം ഈ കളമശ്ശേരി സ്ഫോടനം നടക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണവും ബന്ധപ്പെട്ട ദുബായിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ UAE-യിൽ അന്വേഷണം പരിധി നിശ്ചയിക്കുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ, നിയമപരമായ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ദുബായിലെ ഒരു ഫോൺ നമ്പറിലേക്ക് ഈ ഡൊമിനിക് മാർട്ടിൻ ബോംബ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ അയച്ചു നൽകിയിരുന്നു, അതിൻ്റെ ദൃശ്യങ്ങൾ അയച്ചു നൽകിയിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് വീണ്ടും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുനരാരംഭിക്കുന്നതും ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി ഈ അന്വേഷണം വ്യാപിക്കാൻ പോലീസ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം ഡൊമിനിക് മാർട്ടിനെതിരെയുള്ള വിദേശ തല അന്വേഷണത്തിന് അനുമതി നൽകിയിരുന്നതുമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഡൊമിനിക് മാർട്ടിനെതിരെയുള്ള അന്വേഷണം ദുബായിലേക്ക് വ്യാപിക്കാനും അതിനുള്ള നീക്കങ്ങൾ പോലീസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, 2023 ഒക്ടോബർ 29-നാണ് കേരളത്തെ തന്നെ അങ്ങേയറ്റം നടുക്കിയ തീവ്രവാദ ആക്രമണമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ വിചാരിച്ച ഈ വലിയ സ്ഫോടന പരമ്പരയുണ്ടാകുന്നതും അതേ തുടർന്ന് 8 പേര് മരിക്കുന്നതും ഉണ്ടാകുന്നത്. യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ വെച്ച്, അതിൻ്റെ സമ്മേളനത്തിൻ്റെ 3-ാം ദിവസം 2500-ഓളം ആളുകൾ കൺവെൻഷൻ സെൻറ്റർ, കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം വലിയ പുകയും തീയും ഒക്കെ ഉയർന്നതിനെ തുടർന്ന് അവിടെ ഒരു വലിയ ആൾക്കൂട്ടം, അതായത് ഈ ബ്ലാസ്റ്റ് ഉണ്ടായതിനെ തുടർന്ന് ആളുകൾ ഓടുകയും രക്ഷപ്പെടാൻ ഓടുകയും അലറി വിളിച്ചുകൊണ്ട് ഓടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വലിയ സ്റ്റാമ്പേഡ് പോലത്തെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങിയിരുന്നു. അങ്ങനെ തന്നെ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. ഒരാൾ ആ സ്പോട്ടിൽ വെച്ച് തന്നെ തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ നിരവധി പേരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടൊരു സംഭവം തന്നെയാണ്. ഒരു മരണം, ഒരു സ്ഫോടനമായിരുന്നു കളമശ്ശേരിയിലേത്. ആജ്ഞ, അന്ന് ഈ പ്രതി ഈ ഡൊമിനിക് മാർട്ടിൻ പോലീസിനോട് പറഞ്ഞത് തനിക്ക് യഹോവ സാക്ഷികളുടെ നേതൃത്വവുമായുള്ള വ്യക്തിപരമായ വിരോധമാണ് ഈ സ്ഫോടനത്തിന് പിന്നിലെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. പക്ഷെ അന്ന് തന്നെ പല സംശയങ്ങളും ഉയർന്നതാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഡൊമിനിക് മാർട്ടിനെ പോലുള്ള വ്യക്തിക്ക് എങ്ങനെ ബോംബ് ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു തുടങ്ങിയ പല സംശയങ്ങളും അന്ന് ഉയർത്തിയതാണ്. പല കോണുകളിൽ നിന്നും അത്തരം പല സംശയങ്ങൾ ഉയർന്നിട്ട് പോലും പോലീസ് അത് ആ ഒരു തലത്തിൽ അന്വേഷിച്ചില്ല എന്ന ആക്ഷേപമൊക്കെ ഉയർന്ന ഒരു കേസ് കൂടിയാണ്. ഇതൊരു വിദേശ ബന്ധം ഇയാൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ അതിന് പിന്നിലൊരു നേരത്തെ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നതുപോലെ ഒരു തീവ്രവാദ ബന്ധം പരിശോധിക്കേണ്ടതുണ്ടോ? ആർക്കായിരിക്കാം ഈ ഡൊമിനിക് മാർട്ടിൻ ആ വീഡിയോകളൊക്കെ അയച്ചു കൊടുത്തത് എന്ന എന്തെങ്കിലും സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? ടോം, അത് സുഹൃത്തിൻ്റെ നമ്പറാണ് എന്നാണ് വ്യക്തമാകുന്നത്, എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. ആരുടെ നമ്പർ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വിദേശത്തുള്ള, അതായത് അയച്ചു കൊടുത്തത് 3 പേർക്കാണ്. 3 പേരിൽ ഒരാൾ വിദേശത്തുള്ള ആളാണ്. ഈ വിദേശത്തുള്ള ആളിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനിയിപ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നതും. അത് ഡൊമിനിക് മാർട്ടിൻ്റെ സുഹൃത്താണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ് എത്തുന്നത്. പക്ഷേ ടോം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഇത്തരത്തിൽ
തരത്തിലുള്ള ഒരു വലിയ ബ്ലാസ്റ്റ് വരുന്നു. അങ്ങനെ ഈ വലിയ ബ്ലാസ്റ്റിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണെന്നൊക്കെയുള്ള തരത്തിൽ കുറേ മുസ്ലിം യുവാക്കളെ ആ സമയത്ത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഡൊമിനിക് മാർട്ടിൻ കുറ്റം സ്വയം ഏറ്റെടുത്ത് രംഗത്തേക്ക് വരുന്നത്. തുടർന്ന് അവരെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം. പിന്നീട് ആ ഒരു മേഖലയിലേക്ക് അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊന്നും നടന്നില്ല എന്ന് വേണം കൃത്യമായി പറയാൻ. അതേസമയം ഇപ്പോൾ ഈ ഡൊമിനിക് മാർട്ടിൻ്റെ ഫോൺ പരിശോധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ദുബായിലേക്കുള്ള ഒരു നമ്പറിൽ ഈ ബോംബിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഘട്ടങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അയച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ആ ഫോൺ പരിശോധിച്ചതിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇയാളുടെ വിദേശ ബന്ധം അന്വേഷിക്കണം എന്നുള്ള തരത്തിലേക്കുള്ള അന്വേഷണത്തിനുള്ള ഉത്തരവ് അനുമതി നൽകിയത്. അങ്ങനെയാണ് ആ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിലെ പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. ആലപ്പുഴ അർത്തുങ്കലിൽ ബാർ അടിച്ചു തകർത്ത് കൊട്ടേഷൻ സംഘം. അർത്തുങ്കലിലെ പള്ളിയിൽ കാസ എന്ന ബാറാണ് തകർത്തത്. അർത്തുങ്കലിലെ ചള്ളിയിൽ കാസ എന്ന ബാറാണ് തകർത്തത്. കൊടുവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തിയ സംഘം മദ്യവും അപഹരിച്ചു. സംഭവത്തിൽ ഒരാളെ അർത്തുങ്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഒരു ആസൂത്രിതമായിട്ടുള്ള ആക്രമണമായിരുന്നോ അതോ പെട്ടെന്നുള്ള പ്രകോപനമാണോ ഈ ഒരു ബാർ അടിച്ച് തകർത്ത് ഈ മദ്യമൊക്കെ അപഹരിക്കാനുള്ള സംഭവത്തിന് പിന്നിൽ? ടോമേ, ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. അർത്തുങ്കൽ ചള്ളിയിൽ കാസ എന്ന ബാറാണ് സാമൂഹ്യ വിരുദ്ധ സംഘം അടിച്ചു തകർത്തത്. 4 അംഗ സംഘമാണ് ഇന്നലെ കൊടുവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി അർത്തുങ്കൽ ബാറിലേക്ക് എത്തിയത്. ഇവര് 2 ഇരുചക്ര വാഹനത്തിലായാണ് ഇവർ ഈ ബാറിന്റെ അടുത്തേക്ക് എത്തുന്നത്. അവിടെ നിന്നും ഒരു മുണ്ടെടുത്ത ഒരാളും ഉൾപ്പെടെയുള്ളവർ 2 പേരും മഫ്ലർ ഉപയോഗിച്ച് മുഖം മറച്ചിരുന്നു. ഇവർ 2 പേരാണ് ആദ്യം അകത്തേക്ക് പ്രവേശിക്കുന്നത്. അവരെത്തി ജീവനക്കാർ ഉൾപ്പെടെ ഈ കൊടുവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇവരെത്തുന്ന ഒരു ബഹളത്തിൽ തന്നെ ജീവനക്കാരും ബാറിൽ മദ്യപിക്കാനായി എത്തിയ മറ്റുള്ളവരും ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ്. അതിനുശേഷം ഇവർ കൗണ്ടറിലേക്ക് എത്തുകയും കൗണ്ടറിൽ മദ്യം അടുക്കി വെച്ചിരുന്ന അലമാരയുടെ ഭാഗത്ത് ഈ വാൾ ഉപയോഗിച്ച് വെട്ടി ആ ഗ്ലാസ് തകർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച ഒരു ജീവനക്കാരൻ താഴേക്ക് വീഴുന്നുണ്ട്. അയാളെയും പക്ഷെ ഇവർ ഉപദ്രവിക്കുന്നില്ല. അയാളെയും ഭീഷണിപ്പെടുത്തി അയാളും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. തുടർന്ന് ഇവർ കൗണ്ടർ ആക്രമിച്ചതിന് ശേഷം ഈ കൗണ്ടറിനകത്തിരുന്ന വില കൂടിയ മദ്യങ്ങൾ ഇവർ കൈക്കലാക്കി. മാത്രമല്ല ഇവര് ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് സൂക്ഷിച്ചിരുന്ന പെട്ടിയും വെട്ടി തുറക്കാനായി ഇവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. മോഷണ ശ്രമമാണ് ഒരു പിന്നിലുള്ള സംശയമാണ് ഈ ബാറിന്റെ ഉടമ സ്വാമിനാഥൻ പങ്കുവെക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇതിനു മുമ്പുള്ള എന്തോ വ്യക്തിവൈരാഗ്യം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഘം ഇവിടെ ഒരു ബിയർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് തർക്കം നടന്നിരുന്നു. ആദ്യം അതിന് പണം നൽകിയിരുന്നില്ല. അങ്ങനെ ഒരു തർക്കം നടന്നിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ചർച്ചയും സമമായ ചർച്ചയും ഒക്കെ നടന്ന് പിന്നീട് അത് പരിഹരിക്കപ്പെട്ടു പോയിരുന്നു. അതിന്റെ പകയാണോ എന്നുള്ള സംശയവും പോലീസിന് ഉണ്ട്. പക്ഷെ ബാറുടമ പറയുന്നത് അങ്ങനെയല്ല, ഇതൊരു മോഷണ ശ്രമമാണ് എന്നുള്ളതാണ് ഈ ബാറുടമയായ ചള്ളിയിൽ സ്വാമിനാഥൻ നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ ഈ സംഭവം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതായത് ഈ കൊടുവാളുമായി ഉപയോഗിച്ച് 4 പേരാണ് ആ റോഡിലടക്കം നിന്ന് ഈ ആക്രോശിക്കുകയും ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയും അകത്തേക്ക് കയറി ഇത്തരത്തിൽ വലിയ ഭീതിത അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവര് കൗണ്ടറിൽ നിന്ന് എടുത്ത മദ്യം, അതായത് മുന്തിയ ഇനം വിദേശ മദ്യമാണ് ഇവർ കൗണ്ടറിൽ നിന്ന് ഇവരുടെ കൈക്കലേക്ക് മാറ്റിയിട്ടുള്ളത്. അത് ഏകദേശം 1.5 ലക്ഷം രൂപയോളം വില വരുന്ന മദ്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒപ്പം അതിനകത്ത് ഉണ്ടാക്കിയ കേടുപാടുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3 ഭീതിപ്പെടുത്തുന്ന കാഴ്ചയാണല്ലോ നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിഞ്ഞത്. കാരണം മാരകായുധങ്ങളുമായി, കൊടുവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി അവിടെ മദ്യപിക്കാൻ എത്തിയവർക്ക് നേരെയും നാട്ടുകാർക്ക് നേരെയും കൊലവിളി മുഴക്കുക, ഭീഷണിപ്പെടുത്തുക, ബാർ അടിച്ചു തകർക്കുക, ഇതൊക്കെ ഇത്രയും നേരം ഈ ഗുണ്ടാ സംഘങ്ങൾ അവിടെ അഴിഞ്ഞാടിയിട്ടും പോലീസ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നത്? ഇതുവരെയും ഈ കേസിൽ ഒരാളെ മാത്രമാണല്ലോ പോലീസ് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് ഏകദേശം നമ്മൾ ബാറുടമയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 5 മിനിറ്റ് പോലും എടുത്തില്ല. അത്രയും സമയത്തിനുള്ളിൽ ഇവര് നമ്മൾ ആ CCTV ദൃശ്യങ്ങൾ കാണുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ആ കൗണ്ടറിനകത്ത് നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്
ബാർ ഉടമ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇത് തീരദേശ മേഖലയാണ്, ആറ്റുങ്കൽ തീരദേശ മേഖലയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു. പക്ഷെ എത്തിയവർ 4 പേർ ആരാണെന്നതിനെ കുറിച്ചുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കടക്കരപ്പള്ളി സ്വദേശിയായ വിഷ്ണു പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോഴും വിഷ്ണുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വിഷ്ണുവിന് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യം, അയാൾ കുറ്റസമ്മതം നടത്തിയതായുള്ള വിവരവും ഇപ്പോൾ അത്തരത്തിലുള്ള സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കാപ്പ ചുമത്തപ്പെട്ട പ്രതികളടക്കമാണ് ഈ 4 പേർ എന്നുള്ളതാണ്. അതായത് ആന്റി സോഷ്യലാണ് ഇവര്, ക്രിമിനലുകളായ 4 പേരാണ് ഈ വന്ന് ഇത്തരത്തിൽ നടു റോട്ടിലും ഒപ്പം തന്നെ ഈ ബാറിനകത്തും കയറി വന്ന് ഈ വലിയ കൊടുവാളുകൾ ഉപയോഗിച്ച്, ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് CCTV ദൃശ്യങ്ങൾ തന്നെ ഭീതിതമാണ്. കാരണം അത്രയും വലിയ വാളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ അകത്തേക്ക് കയറി വന്ന് വലിയ കൊലവിളി മുഴക്കിക്കൊണ്ട് ആളുകളെ പുറത്തേക്ക് ഇറക്കുന്നു. ആളുകൾ എല്ലാവരും കൂടി ഭയന്ന് പുറത്തേക്ക് ഓടുന്ന CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം ഇവർ പുറത്തിറങ്ങി വന്ന് ആ കടകളുടെയൊക്കെ മുന്നിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ഓടുന്നതും ഈ കാര്യങ്ങളെല്ലാം ആളുകളിൽ ഒരു ഭയം ഉണ്ടാക്കുന്നതാണ്. അത്തരത്തിലൊരു പബ്ലിക് ആയുള്ള ഒരു ആക്രമണം എന്ന് തന്നെ പറയാം. മാരകായുധങ്ങൾ കയ്യിൽ എന്തിയിട്ടുള്ള ഭീഷണി എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരം ഒരു സംഭവം തന്നെയാണ് അർത്ഥങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് അതിനെ ആ ഒരു ഗൗരവത്തോടെ തന്നെ കാണുന്നു. ഈ പറഞ്ഞ രീതിയിലുള്ള ക്രിമിനൽ സംഘത്തിന് അതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യം ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ അടക്കമുണ്ട് എന്നുള്ള വിവരവും നമുക്ക് വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ അർത്തുങ്കലിലാണ് ബാർ അടിച്ചു തകർത്ത് കൊട്ടേഷൻ സംഘം നാട്ടുകാരിലൊക്കെ ഭീതി വിതച്ചത്. സംഘത്തിൽ ഒരാളെ പിടികൂടിയിട്ടുമുണ്ട്. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരി അപകടത്തിൽപ്പെട്ട് അബോധാവസ്ഥയിലായ കേസിലെ പ്രതി പിടിയിൽ. കാർ ഡ്രൈവർ പുറമേരി സ്വദേശി ഷെജിലാണ് കോയമ്പത്തൂരിൽ വെച്ച് പിടിയിലായത്. പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ആഗ്രഹം. വെച്ചാൽ പിന്നെ എൻ്റെ മോളിപ്പം ഒരു കൊല്ലമായി ഈ മോള് ഈ അവസ്ഥയിലാണ് കിടക്കുന്നത്. അയാൾ ഇതും ചെയ്തിട്ട് അയാൾ ഗൾഫിലേക്ക് കടന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള അയാളായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ. സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ ആൾക്ക് നമ്മളെ ജീവനൊരു വിലയില്ല. അപ്പോൾ ഒരു 2 ജീവൻ റോഡുമ്മൽ കിടന്നിട്ടും അയാൾ അത് കണ്ടും കൊണ്ട് നിർത്താണ്ട് പോയി. അയാൾ അതിന് നിർത്തിയതാണെങ്കിൽ എൻ്റെ അമ്മ ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നു, രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അമ്മ. പക്ഷെ അയാൾ നിർത്താണ്ടാണ് ആ വണ്ടി പോയതും. എന്നിട്ടും അയാൾ ഈ കുറ്റം പിന്നെ കാറിനെ ഇതാക്കി വർഷാപ്പ് കൊണ്ട് ഇതാക്കി ചെയ്ത് പുതിയതാക്കി. എന്നിട്ട് അയാൾ ഇൻഷൂർ പണവും വാങ്ങി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ആ കുഞ്ഞ് ഇപ്പോഴും, അതായത് മാസങ്ങളായിട്ട് ഏകദേശം 1 വർഷത്തോളമാകുന്ന ഈ അപകടം നടന്ന് ഈ അബോധാവസ്ഥയിലാണ്. വലിയ ദുരന്തം നേരിട്ടൊരു കുടുംബം. ആ കുടുംബത്തിലെ ആ കുഞ്ഞിൻ്റെ അമ്മയാണിപ്പോൾ പ്രതികരിച്ചത്. കാരണം ഈ അമ്മ സൂചിപ്പിച്ചതുപോലെ, ഈ കുട്ടിയുടെ കുടുംബം സൂചിപ്പിച്ചതുപോലെ ആ മുത്തശ്ശിക്ക് അന്ന് അപകടത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. 9 വയസ്സുകാരി അബോധാവസ്ഥയിലാകുന്നു. അങ്ങനെ നാളുകളോളം ഒരു ദുരന്തം കൺമുന്നിൽ കാണേണ്ടി വന്ന ഒരു കുടുംബമാണ്. ഇപ്പോഴും ആ ഒരു ആഘാതത്തിൽ, ആ ഒരു അപകടത്തിൻ്റെ ആഘാതത്തിൽ നിന്നും അവർ മുക്തരായിട്ടില്ല. ഈ അപകടത്തെ തുടർന്ന് കാർ ഡ്രൈവർ പുറമേരി സ്വദേശി ഷെജിൽ വിദേശത്തേക്ക് കടന്നിരുന്നു. പിന്നീട് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് തുടരുകയായിരുന്നു. ഒടുവിൽ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഈ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിശദാംശങ്ങൾ. ടോം, വടകരയിൽ 9 വയസ്സുകാരിയെ ഇടിച്ചിട്ട് കളഞ്ഞ കാറിന്റെ ഡ്രൈവർ പിടിയിലായിട്ടുണ്ട്. കോയമ്പത്തൂർ വെച്ചാണ്. UAE ജോലി നോക്കിയിരുന്ന ഇയാൾ നാട്ടിലെത്തുന്നതിനായി കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഇമിഗ്രേഷൻ വിഭാഗത്തിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്കായി നേരത്തെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇക്കാര്യം ഇമിഗ്രേഷൻ വിഭാഗത്തിന് ലഭിക്കുകയുമായിരുന്നു. എന്തായാലും വടകര പോലീസിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. വടകര പ്രതിയെ കൈമാറുകയും ചെയ്തു. വടകരയിലേക്ക് ഇയാളെ എത്തിക്കുകയും ചെയ്യും. 2024 ഫെബ്രുവരി 17 വടകര ചോറോട് വെച്ച് അപകടമുണ്ടായത്. വഴി മറികടക്കാൻ ഒരു വഴിയുടെ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയായിരുന്നു ബേബി എന്ന മുത്തശ്ശിയും കൃഷാന എന്ന കുട്ടിയും. ഈ സമയമാണ് 2 പേരെയും ഈ വാഹനം ഇടിച്ചിട്ടത്. ബേബി ഇതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരിക്കുകയും ഈ കുഞ്ഞ് കോമയിലേക്ക് നീങ്ങുകയുമായിരുന്നു. മാസങ്ങളോളം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടത്തിയുള്ള ചികിത്സയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ
ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വീട്ടിലേക്ക് മാറ്റിയെങ്കിലും ആരോഗ്യസ്ഥിതി ഒട്ടും തൃപ്തികരമല്ല. വീട്ടിലും ഇപ്പോൾ കോമയിൽ തന്നെയാണ് ആ കുട്ടി കഴിയുന്നത്. അതിന് ഇടയ്ക്കിടെ പനി വരുന്നു, മറ്റ് ഫിറ്റ്സിന്റെ മറ്റ് ലക്ഷണങ്ങളും പ്രകടമാക്കുന്നുണ്ട് എന്നും കുടുംബം പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിക്കുകയും ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ചെയ്ത വാർത്തകൾ അറിഞ്ഞപ്പോഴൊന്നും ഈ ഷൈജിൽ എന്നയാള് ഒരു ഘട്ടത്തിലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. ഇയാൾ വണ്ടിക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ മാറ്റി അതിന്റെ ഇൻഷുറൻസ് തുക 30,000 രൂപ ക്ലെയിം ചെയ്തെടുക്കുകയും ചെയ്തു. വണ്ടി ഒരു മതിലിൽ ഇടിച്ചു എന്നാണ് ഈ ഇൻഷുറൻസ് ക്ലെയിമിന് വ്യാജമായി പറഞ്ഞത്. പെയിന്റ് ഒക്കെ മാറ്റി പിന്നീട് ഓരോ മാസത്തിനുള്ളിൽ വിദേശത്തേക്ക് ഇയാൾ കടന്നു കളയുകയും ചെയ്തു. ഇതിനുശേഷം മാസങ്ങൾ നീണ്ട പരിശോധനയാണ് പോലീസ് നടത്തിയത്. ഏത് വാഹനമാണ് എന്നത് സംബന്ധിച്ച കൃത്യമായ തെളിവ് അന്ന് ലഭിച്ചില്ല. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചെങ്കിലും ഒരു തെളിവ് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇതിന് ശേഷം ഈ ഇൻഷുറൻസ് ക്ലെയിം എടുത്തതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നതും. അതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് ഈ വാഹനമാണ് ഇടിച്ചതെന്ന് കണ്ടെത്തിയത്. ഇയാളോട് നാട്ടിലേക്ക് എത്താൻ പോലീസ് നിർദ്ദേശം നൽകിയെങ്കിലും ഇയാളത് വകവെച്ചില്ല. ഉടനെങ്ങും എത്താൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് സ്വീകരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 50,000-ലധികം ഫോൺ കോളുകളാണ് ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പരിശോധിച്ചത്. 19,000 വാഹനങ്ങളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുകയും ചെയ്തു. ഇതിനൊക്കെ ഒടുവിലാണ് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇത്തരം ഈ അപകടം നടത്തിയത് ഈ വാഹനമെന്നും കണ്ടെത്താൻ കഴിഞ്ഞത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അശ്രദ്ധമായി വാഹനം ഓടിക്കൽ, ഇൻഷുറൻസ് ക്ലെയിം തട്ടിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ കുടുംബം ഇതുകൊണ്ടൊന്നും തൃപ്തരല്ല. അവർ ആവശ്യപ്പെടുന്നത് മനഃപൂർവ്വമുള്ള ഒരു നരഹത്യയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൊലം കുറ്റം ചുമത്തണം. ഒപ്പം ഈ കുട്ടിയെ വാഹനം ഇടിച്ചതുമായി ബന്ധപ്പെട്ട് വധശ്രമത്തിന് കേസെടുക്കുകയും വേണം. കാരണം ഈ കൃത്യം നടന്ന ശേഷം കൃത്യമായ ക്രിമിനൽ ബുദ്ധി വ്യക്തമാണ്. MS സനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വടകരയിൽ 9 വയസ്സുകാരി അബോധാവസ്ഥയിലായ വാഹനാപകട കേസിലെ പ്രതിയാണ് മാസങ്ങൾക്ക് ശേഷം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.